ഭൂമിയിലെ അനേകം കൂട്ടവംശനാശങ്ങൾക്ക് കാരണക്കാരനായ നക്ഷത്രം നെമസിസ് എന്ന നക്ഷത്രത്തെക്കുറിച്ചുള്ള അഭ്യൂഹമാണ് ഇത്. നെമസിസ് സൈദ്ധാന്തികമായ ഒരു നക്ഷത്രമാണ്, അതായത് ഇതുണ്ടെന്നോ ഇല്ലെന്നോ തെളിയിച്ചിട്ടില്ല. പക്ഷേ ഇങ്ങനെയൊരു നക്ഷത്രം ഉണ്ടാകാനുള്ള സാധ്യത ശാസ്ത്രലോകം അംഗീകരിക്കുന്നുണ്ട്. എന്നാൽ ഇതിന് തെളിവുകളൊന്നും തന്നെയില്ല. പക്ഷേ ദുരൂഹത കുതുകികൾക്കിടയിൽ ഒരു ചർച്ചാ വിഷയമായി നെമസിസ് നിലനിൽക്കുന്നു. ഡെത്ത് സ്റ്റാർ എന്നും അറിയപ്പെടുന്ന നെമസിസ് ഭൂമിയുടെ ചരിത്രത്തിലെ കൂട്ടവംശനാശങ്ങൾക്ക് സൈദ്ധാന്തികമായി കാരണമാകാം. ഛിന്നഗ്രഹങ്ങൾ പോലുള്ള ബഹിരാകാശ വസ്തുക്കളെ തന്റെ ഗുരുത്വബലത്താൽ ആകർഷിച്ച് ഭൂമിയുടെ നേർക്ക് വിട്ടാകാം നെമസിസ് ഇത് സാധിക്കുന്നത്. 80കളിൽ ഭൂമിയുടെ ചരിത്രത്തിലെ കൂട്ടവംശനാശ പരമ്പരകൾ ശ്രദ്ധിച്ച ശാസ്ത്രജ്ഞർ ഒരു കാര്യം മനസ്സിലാക്കി. 2.7 കോടി വർഷങ്ങൾ കൂടുമ്പോഴാണ് ഇത്തരം സംഭവങ്ങൾ വ്യാപകമായി ഭൂമിയിൽ നടന്നത്. ഇതൊരുപക്ഷെ നെമസിസ് സൗരയൂഥ മേഖലയോട് ചാക്രികമായി ഈ സമയങ്ങളിൽ അടുത്തുവരുന്നതിനാലാകാം. ഇങ്ങനെ എത്തിയാൽ സൗരയൂഥത്തിന് പുറത്തുള്ള ഊർട്ട് മേഖലയിലെ വാൽനക്ഷത്രങ്ങളെയും മറ്റും ഭൂമിക്കരികിലേക്ക് സജീവമാക്കി വിടാൻ ഇതിന് കഴിയും. ഇങ്ങനെയൊരു സാധ്യതയാണ് ശാസ്ത്രജ്ഞർ നെമസിസ് എന്ന വാൽനക്ഷത്രത്തെ സങ്കല്പതലത്തിൽ സൃഷ്ടിക്കാൻ കാരണം. 1984 റിച്ചർഡ് മുള്ളർ എന്ന കാലിഫോർണിയ സർവകലാശാല ശാസ്ത്രജ്ഞൻ സൂര്യനിൽ നിന്ന് 1.5 പ്രകാശവർഷം അകലെയാകാം നെമസിസ് നിലനിൽക്കുന്നതെന്ന് പറഞ്ഞു. സൗരയൂഥത്തിലെ മറ്റൊരു കുള്ളൻ ഗ്രഹമാണ് സെറ്റ്ന. 12,000 വർഷങ്ങളെടുത്താണ് ഇത് സൂര്യനെ ചുറ്റുന്നത്. ഇത്രയും അകലെ സ്ഥിതി ചെയ്യാൻ നെമസിസും സെറ്റ്നയെ സഹായിക്കുന്നുണ്ടെന്നും സെറ്റ്നയുടെ ഭ്രമണപഥം നെമസിസ് യാഥാർത്ഥ്യമാണെന്നതിന് തെളിവാണെന്നുമൊക്കെ ഇടയ്ക്കിടയ്ക്ക് പറയപ്പെട്ടിരുന്നു. എന്നാൽ ഈ സിദ്ധാന്തങ്ങളെയൊക്കെ ഇന്ന് ശാസ്ത്രജ്ഞർ വിട്ടമട്ടാണ്.